സൺഡേ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇതെന്റെ നാട് മാങ്ങാട്ടൂർ. പിന്നെ ഇതാണ് കുണ്ടയാറ് പാലം. വേണമെങ്കിൽ ഒരു മിനി കർമ്മ എന്നൊക്കെ പറയാം. എല്ലാ ഞായറാഴ്ച ഞങ്ങൾ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. എന്നാൽ ഇതുപോലെ വീണ് കിട്ടുന്ന ചില ഞായറാഴ്ചകൾ അങ്ങനെ ഒഴിവാക്കാറില്ല. ഇന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള മെയിൻ റീസൺ പൊടിമോളാണ്. അങ്ങനെ ഇത് ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇന്ന് അവൾക്ക് ഞങ്ങൾ പോളി എടുക്കാം. വീടിന്റെ അടുത്തുള്ള ഒരു മദ്രസയിൽ വെച്ചിട്ടായിരുന്നു പോളി നടന്നത്. പിന്നെ വീടിന്റെ അടുത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് അധികം ഒന്നും കറങ്ങാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു ദേഷ്യവും വാശിയും സങ്കടമൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. അവളുടെ സങ്കടം മാറ്റാനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വേറെ എവിടെയല്ല. എൻ്റെ ഹസ്ബൻഡിന്റെ നാട് തന്നെയാണ് അന്നയ്ക്കുമ്പോൾ പാണൂക്കായൽ എന്നാണ് ഇവിടെ പറയുന്നത്. മിക്കപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്പോട്ടും കൂടിയാണ്. ഒരു 5-10 മിനിറ്റ് നിന്നപ്പോഴേക്കും അവിടെ ഇരുട്ടായി തുടങ്ങി. കാരണം ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ളത്. കൊത്തുമോളി പൂ പൊട്ടിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പോയിട്ടെടുത്തു. പിന്നെ ഇത് ഇരുട്ടായി തുടങ്ങി, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് തിരിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ. അങ്ങനെ ഇത് ഞങ്ങൾ പ്രോ ഡ്രൈവർ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളിത് യാസ്പോൻ്റെ അവിടെ എത്താറായി. ഞങ്ങൾ പൊറൂക്കര ഗ്രൗണ്ടിലേക്ക് എത്തിയതും മഴ പെയ്തു. അങ്ങനെ അടച്ചിട്ടൊരു കട കണ്ടപ്പോൾ ഏട്ടനോട് പറഞ്ഞു അവിടെ വണ്ടി നിർത്താനായി. പക്ഷേ ഏട്ടൻ കൊടുന്ന് നിർത്തിയത് ഇതിൻ്റെ മുന്നേ പറയണ്ടല്ലോ, രോഗി ഇച്ചിച്ചതും പാലെന്ന് പറഞ്ഞപ്പോഴത്തെ അവസ്ഥയായി. പിന്നെ അച്ഛനും മക്കളും എന്താ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. പൊടിമോളാണെങ്കിൽ ഒന്നിലൊന്നും ഒതുക്കില്ല. അവൾക്ക് കണ്ടതൊക്കെ അവൾക്ക് കിട്ടണം. എൻ്റെ സിപ്പപ്പ് എടുത്തു, ചോക്കോബാർ എടുത്തു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. അച്ഛനും മക്കളും എന്തെങ്കിലും ചെയ്യട്ടെ വെച്ചിട്ട് ഞാൻ പുറത്തോട്ട് വന്നു. ഞാനിതേ പുറത്ത് മഴയൊക്കെ നോക്കി നിൽക്കുക. മഴ കുറയുന്ന ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല. ഇതിനിടയ്ക്ക് സുത്തുമോൾ ഒരു ചോക്കോബാർ എനിക്ക് കൊണ്ടു തന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പൊടിമോളെ കാണുന്നില്ല. അപ്പൊ നോക്കുമ്പോൾ ആളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത് എന്തൊക്കെ വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ് തോന്നുന്നു. ഇത് പൊറൂക്കരയിൽ ഒരു ബേക്കറിയുടെ ഹോൾസെയിൽ ഷോപ്പാണ്. ഞങ്ങൾ കൂടുതലും ഇവിടെ വന്നിട്ടാണ് ബേക്കറി മേടിക്കരുത്. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാതും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഹോൾസെയിൽ ഷോപ്പാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റും. അത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഞാനും എൻ്റെ മക്കളും എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ അവിടെയൊക്കെ ചുറ്റി നടന്നു. അങ്ങനെ ഏട്ടന് ഇഷ്ടപ്പെട്ട എന്തോ ഒരു സാധനം മേടിച്ചു. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സാധനം മേടിച്ച് പോവാന്ന് വിചാരിച്ചപ്പോൾ മഴ നിൽക്കണ ഒരു ലക്ഷണം കാണുന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ തന്നെ നിന്നു. പിന്നെ മേടിച്ച സാധനം അവളുടെ കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. എന്നിട്ടും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ട് തന്നെയാണ്. മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അധികം നേരം അവിടെ നിന്നാൽ ശരിയാവില്ല തോന്നിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ.